വർഷം 2025 ജാനുവരി 19 സ്ഥലം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്തുള്ള ശ്രീകാകുളം പോലീസ് സ്റ്റേഷനിലേക്ക് 61 വയസ്സ് പ്രായമുള്ള വെങ്കിട്ടറാവു എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളോടൊപ്പം വരികയാണ്. പോലീസ് സ്റ്റേഷനിൽ വന്ന് അദ്ദേഹം SIയെ കണ്ടിട്ട് ഒരു പരാതി ബോധിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പരാതി എന്ന് പറയുന്നത് 54 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ കലാവതി എന്ന് പറയുന്ന ഭാര്യയെ ഇന്ന് ഉച്ചതിരിഞ്ഞു മുതൽ കാണാനില്ല എന്നുള്ളതായിരുന്നു. വെങ്കിട്ടറാവുവിന്റെ പരാതി വ്യക്തമായി കേട്ട പോലീസിന് മനസ്സിലായത് ഇത്തരം കാര്യങ്ങളായിരുന്നു. വെങ്കിട്ടറാവുവിന് 61 വയസ്സുണ്ട്. അദ്ദേഹം ആർമിയിൽ നിന്ന് റിട്ടയർമെന്റ് സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. കലാവതിക്ക് 54 വയസ്സുണ്ട്. അവർക്ക് 2 മക്കളാണുള്ളത്. ആ 2 പേരുടെ വിവാഹം കഴിഞ്ഞ് അവർ വേറെ 2 സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അതൊരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ്. ഇന്നേ ദിവസം, അതായത് ജാനുവരി 19 ഉച്ചതിരിഞ്ഞ് ഒരു 2:30 അയണിങ്ങിന് കൊടുത്തിരിക്കുന്ന ഡ്രസ്സ് മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കലാവതി തൻ്റെ സ്കൂട്ടറിൽ പോയതിനു ശേഷം തിരിച്ചു വന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. അദ്ദേഹം ഒരു 4 മണി വരെയും കാത്തിരുന്നിട്ടും അവളെ കാണാതെയായപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ നോട്ട് റീച്ചബിൾ ആണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പരിഭ്രാന്തനായിരുന്നു എങ്കിൽ പോലും എന്തെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടി പോയതായിരിക്കാം എന്നുള്ള നിഗമനത്തിൽ കുറച്ച് സമയം കൂടി കാക്കുകയാണ്. അങ്ങനെ ഒരു 7 മണിയോടടുത്തപ്പോൾ കലാവതിയെ കാണാതായപ്പോൾ വെങ്കിട്ടറാവിന് ആകെ ടെൻഷൻ ആവുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം തന്റെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും മക്കളെയും ഒക്കെ വിവരം അറിയിച്ചു. ആർക്കും തന്നെ കലാവതിയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവുകളും ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് അദ്ദേഹവും സുഹൃത്തുക്കളും കൂടി കലാവതി പോവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അന്വേഷിച്ചെങ്കിലും ആർക്കും അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് യാതൊന്നും അറിവുണ്ടായിരുന്നില്ല. തുടർന്നാണ് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളുടെ ഒപ്പം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ എത്തിയതെന്നും പോലീസ് മനസ്സിലാക്കിയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആന്ധ്രാപ്രദേശിനെ വല്ലാതെ വിറപ്പിച്ച ഒരു കേസിന്റെ പുറകെയാണ് നമ്മളിന്ന് അന്വേഷണം നടത്തുന്നത്. ക്രൈം ഡിറ്റക്റ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് രബിൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട്, നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്. നിങ്ങളുടെ അകമഴിഞ്ഞിട്ടുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മികച്ച വീഡിയോകളുമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം തന്നെ ഒട്ടും മടി കാണിക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും ലൈക്കും കമന്റും തരാനും മറന്നു പോകരുതേ. നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. അങ്ങനെ പരാതിയെല്ലാം വിശദമായി കേട്ട ഈ പോലീസുകാര് വെങ്കിട്ടറാവിനോട് പറയാണ്, ഞങ്ങൾ അന്വേഷിക്കാം, നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോകൂ. അതിനുശേഷം കലാവതി വരികയാണെങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾ വിളിച്ചറിയിക്കണം. ഇൻ കേസ് കലാവതി വന്നില്ല എന്നുണ്ടെങ്കിൽ അത് രാവിലെ തന്നെ വിളിക്കാനും മടിക്കരുതെന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ആ രാത്രി ഒട്ടും തന്നെ വെങ്കിട്ടറാവിന് ഉറങ്ങാൻ സാധിച്ചില്ല. കാരണം ഏതാണ്ട് ഒരു 10-35 വർഷക്കാലം ഒന്നിച്ച് ജീവിച്ചവരാണ്. ഉച്ചയ്ക്ക് ഇപ്പൊ വരാമെന്നും പറഞ്ഞു പോയ ആളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെയായപ്പോൾ അദ്ദേഹം പാടെ തകർന്നിരുന്നു. അതിനാൽ തന്നെ ഒരുപോലെ കണ്ണടയ്ക്കാതെ 6 മണി വരെ അദ്ദേഹം കാത്തിരിക്കുകയാണ്. 6 മണിയായപ്പോൾ തന്റെ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കലാവതി വന്നിട്ടില്ല എന്നുള്ളത് വിളിച്ചറിയിക്കുകയാണ്. അതിനെ തുടർന്ന് ഒട്ടും സമയം കളയാതെ പോലീസ് ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തിയ പോലീസ് അവിടെയെല്ലാം ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ രീതിക്ക് പരിശോധിക്കുകയാണ്, എന്തെങ്കിലും ചെറിയൊരു ക്ലൂ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ പോലീസിന്റെ ആ ശ്രമം വിഫലമായിരുന്നു. യാതൊരു തരത്തിലുള്ള തെളിവുകളും കലാവതിയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടിയില്ല. തുടർന്ന് അവർ സമീപ പ്രദേശങ്ങളുള്ള CCTV ചെക്ക് ചെയ്യാൻ ഒരു വിഭാഗത്തെ ഏൽപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കലാവതിയുടെ ഫോണും ട്രേസ് ചെയ്യുകയാണ്. എന്നാൽ കലാവതിയുടെ ഫോൺ ട്രേസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതെവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം സ്വിച്ച് ഓഫ് ആണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. തുടർന്ന് അവരങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോകുമ്പോൾ ഏതാണ്ട് അവിടെ നിന്ന് 4 കിലോമീറ്റർ മാറിയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജിന് സമീപത്ത് കലാവതി തന്റെ സ്കൂട്ടർ പാർക്ക് ചെയ്ത ശേഷം സമീപത്തെ ഒരു വീട്ടിലേക്ക് കയറി പോകുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള CCTV ദൃശ്യം അവർക്ക് കിട്ടുകയാണ്. അതിനെ തുടർന്ന് പോലീസ് ഉടൻ തന്നെ ആ വീടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. പോലീസ് സമീപത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് അന്വേഷിച്ചു ഇവിടെ ആരാണ് താമസിക്കുന്നതെന്ന്. അപ്പൊ അവർ പറഞ്ഞത് അവിടെ ഒരു ചെറുപ്പക്കാരനാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല എന്നും കൂടി അയൽക്കാർ പറയുകയാണ്. അതിനെ തുടർന്ന് പോലീസ് ആ വീട് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടക്കുകയാണ്. അങ്ങനെ അകത്ത് കിടന്ന പോലീസ് ആ വീടിന്റെ ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കുകയാണ്. അങ്ങനെ അരിച്ചു പറക്കിയ അവസാനം ആ വീട്ടിലെ ഒരു ബാത്റൂം തുറന്നപ്പോൾ അവർ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവിടെ അർദ്ധനഗ്ന അവസ്ഥയിൽ കിടക്കുന്ന കലാവതിയാണ് പോലീസുകാർ കണ്ടത്. കലാവതിക്ക് ജീവനുണ്ടായിരുന്നില്ല, അവർ മരിച്ചിരുന്നു.
ഫസ്റ്റ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ തന്നെ പോലീസിന് ഒരു കാര്യം മനസ്സിലായിരുന്നു. അവർ ഒരു കാര്യം പ്രത്യേകം ആ ബോഡിയിൽ ശ്രദ്ധിച്ചിരുന്നു. കലാവതിയുടെ കഴുത്തിന് ചുറ്റും ഒരു ചുവന്ന പാടുണ്ട്. അതായത് കഴുത്തിൽ എന്തുകൊണ്ടോ മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് ഇവരെ കൊലപ്പെടുത്തിയെന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. ഒട്ടും സമയം കളയാതെ തന്നെ അവർ ഫോറൻസിക് സംഘത്തെയും മറ്റും വിളിച്ചു വരുത്തുകയും ഒരു സൈഡിൽ ഫോറൻസിക് സംഘം അവരുടെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മറുതലക്കിൽ പോലീസ് ഇവിടെ താമസിച്ചിരുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് അയൽക്കാരോട് അന്വേഷിക്കാൻ പോവുകയാണ്. ഫോറൻസിക് സംഘത്തിന്റെ തെളിവെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ബോഡി ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പോലീസ് ഈ വീട്ടിൽ ആരാണ് താമസിക്കുന്നത് എന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ താമസിക്കുന്നത് ശരത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ നാട്ടുകാരോട് ഈ ശരത്തിനെ കുറിച്ച് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസിനൊക്കെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ശരത്ത് ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവൻ അച്ഛനും അമ്മയും മറ്റ് കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും വളരെ ചെറുപ്പത്തിൽ തൊട്ട് വളരെ മോശം സ്വഭാവത്തിന് ഉടമയായിരുന്നു ശരത്ത്. പലതരത്തിലുള്ള ഉടായ്പ പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. അതുമാത്രമല്ല ചെറുപ്പം മുതൽ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒപ്പം ഉള്ള ഒരു സഹവാസവും ശരത്തിനുണ്ടായിരുന്നു. ഒരുപാട് വട്ടം അവൻ്റെ പാരൻസ് അവനെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ചുവെങ്കിൽ പോലും അവർ അതിലെല്ലാം തന്നെ പരാജയപ്പെടുകയാണ്. അതിനെ തുടർന്ന് ഗത്യന്തരമില്ലാതെ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്നാണ് അവൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് വാടകയ്ക്ക് താമസിക്കുന്നതെന്നെല്ലാം തന്നെ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാക്കിയെടുത്തു. ഇവന്റെ മുഖ്യധാര തൊഴിൽ എന്ന് പറയുന്നത് ഈ ജനറേറ്റർ റിപ്പയർ ചെയ്യുന്ന പരിപാടിയൊക്കെ ആണെന്നും ഇവർ മനസ്സിലാക്കിയാണ്. തുടർന്ന് അയൽക്കാരിൽ നിന്ന് ഫോൺ നമ്പർ മേടിച്ചിട്ട് ഈ ഫോൺ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യുകയാണ്. അങ്ങനെ ട്രേസ് ചെയ്ത പോലീസിന് ഈ സമീപത്ത് തന്നെ, അതായത് അവിടെ നിന്ന് വെറും 5 കിലോമീറ്റർ മാറിയിട്ട് ഒരു സ്ഥലത്ത് ഇവന്റെ സിഗ്നൽ കാണിക്കുകയാണ്. സമയം ഒട്ടും കളയാതെ തന്നെ പോലീസ് ആ സ്പോട്ടിൽ ചെന്നിട്ട് ശരത്തിനെ അറസ്റ്റ് ചെയ്യുകയാണ്. തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ശരത്തിനെ കൊണ്ടുവന്നിട്ട് നീയും കലാവതിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ ആദ്യമെല്ലാം അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു എങ്കിൽ പോലും തൻ്റെ വീടിൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നും കലാവതിയുടെ മൃതശരീരം കണ്ടെടുത്തു എന്ന പോയിന്റ് പോലീസ് പറഞ്ഞ നിമിഷം അയാൾ പതറിപ്പോവുകയാണ്. തുടർന്ന് അയാൾ സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വിശദമായിട്ട് പോലീസിനോട് പറയുകയാണ്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്തരത്തിലായിരുന്നു. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2022-23 ആദ്യമായിട്ട് കലാവതിയെ ഇവൻ കാണുന്നത്. ഇവരങ്ങനെ പരിചയപ്പെടുകയും തുടർന്ന് അവർ നല്ല സുഹൃത്തുക്കളാവുകയും പിന്നീട് അത് ചെറിയൊരു സൗഹൃദമായി മാറുകയും ചെയ്യുകയായിരുന്നു. കലാവതി വളരെ സുന്ദരിയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ 54 വയസ്സായിരുന്നുവെങ്കിൽ പോലും ശാരീരികമായിട്ടുള്ള സംതൃപ്തിയൊന്നും അവർക്ക് പൂർണ്ണമായി ലഭിച്ചിരുന്നില്ല എന്നുള്ളത് ശരത്തിന് മനസ്സിലാവുകയാണ്. അത്തരത്തിലുള്ളൊരു ആവശ്യത്തിന്റെ പേരിൽ തന്നെയാണ് കലാവതി ശരത്തിനെ പരിചയപ്പെട്ടതെന്നും ശരത്തിന് മനസ്സിലാവുകയാണ്. തുടർന്ന് അവർ തമ്മിലുള്ള ബന്ധം ഒരു ശാരീരികമായിട്ടുള്ള വേഴ്ചയിലേക്ക് മാറുകയാണ്. പിന്നീട് തുറന്നുപോയ 2 വർഷങ്ങളിൽ കലാവതി തൻ്റെ ഭർത്താവായിട്ടുള്ള വെങ്കിട്ടറാവിനോട് അയൺ ചെയ്യാനെന്നും അമ്പലത്തിൽ പോകാനെന്നും സുഹൃത്തുക്കളെ കാണാനെന്നും പച്ചക്കറി മേടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോയിരുന്നത് ഈ ശരത്തിൻ്റെ വീട്ടിലേക്കാണ്. ശരത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും എപ്പോഴും ആഴ്ചയിൽ 1-2 വട്ടമെങ്കിലും അവിടെ ചെല്ലുകയും അവർ തമ്മിലുള്ള ഇൻറ്റിമേറ്റ് സീനുകളെല്ലാം അരങ്ങേറുന്നത് പതിവായിരുന്നു. ഇതേ സമയം തന്നെ ഇവനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസിന് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലായിരുന്നു. അതായത് ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവൻ ഈ കലാവതിയെ കൂടാതെ തന്നെ ഒത്തിരി ഇത്തരത്തിലുള്ള സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ കോളേജിന്റെ പടിവാതിലാണ് കലാവതി വാഹനം വച്ചിരുന്നത് നമ്മൾ പറഞ്ഞു. ആ കലാലയത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇവൻ പ്രണയത്തിലുമായിരുന്നു. ഇടവേളകൾ കിട്ടുമ്പോൾ എല്ലാം തന്നെ ആ പെൺകുട്ടി ശരത്തിന്റെ ഈ റൂമിലേക്ക് വരികയും അവിടെ വെച്ച് അവർ തമ്മിലും ഇത്തരത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടലൊക്കെ പതിവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ശരത്ത് ഭയങ്കരമായിട്ട് കാമാസക്തിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അവനെ തേടി വന്നിരുന്നവരും അത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ ഉള്ളവരായിരുന്നു. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ കലാവതിയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ബന്ധം തുടർന്നു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ശരത്ത് പലരിൽ നിന്നായിട്ട് പലപ്പോഴും പൈസ കടം മേടിച്ചിരുന്നു. ആ പൈസ വേണ്ട രീതിക്കെല്ലാം കറക്റ്റ് ടൈമിൽ തിരിച്ചു കൊടുക്കാൻ ഇവന് സാധിച്ചില്ല. അതിനെ തുടർന്ന് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പൈസ കൊടുത്തവർ ശരത്തിനോട് വലിയ രീതിക്ക് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. കഴിയും വേഗം പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൻ്റെ മുന്നിൽ കൊടുക്കാൻ മറ്റൊരു മാർഗങ്ങളും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം അവൻ കലാവതിയോട് അവർ ശാരീരികമായിട്ടുള്ള അടുപ്പങ്ങളെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് കുറച്ച് കാശ് കടം തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കലാവതി പറഞ്ഞത് എനിക്ക് അങ്ങനെ കാശ് എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെയും ഹസ്ബൻഡിൻ്റെയും പേരിലാണ് ക്യാഷ് കിടക്കുന്നത് ബാങ്കിൽ. അതെടുത്താൽ അദ്ദേഹം അറിയും, അത് വലിയ പൊല്ലാപ്പാവും. അതുകൊണ്ട്
എനിക്ക് നിന്നെ സാമ്പത്തികമായിട്ട് ഒരു തരത്തിലും സഹായിക്കാൻ പറ്റില്ലെന്ന് തീർത്ത് കലാവതി പറയുകയാണ്. പിന്നീട് തുടർന്നു പോയ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവർ ഇന്റിമേറ്റ് സീനിന് ശേഷം ശരത്ത് ഏതെങ്കിലും തരത്തിൽ ഇവളുടെ മനസ്സ് മാറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയോട് പലപ്പോഴും കാശ് കടം ചോദിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തന്നെ കലാവതി പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. ഇങ്ങനെ തുടർന്നപ്പോൾ ശരത്തിന് വ്യക്തമായി തന്നെ മനസ്സിലായിരുന്നു കലാവതി തന്നെ ഒരു രീതിക്കും സഹായിക്കാൻ പോകുന്നില്ല എന്ന്. അതേസമയം തന്നെ ജാനുവരി മാസം അവസാനിക്കുന്നതിന് മുൻപ് താൻ പണം തിരിച്ചു കൊടുക്കാനുള്ള ആളുകൾക്ക് പണം കൊടുത്തില്ലെങ്കിൽ അത് വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിമാറുമെന്നുള്ളതും ശരത്തിന് അറിയാമായിരുന്നു. 2025 ജാനുവരി 19 നമ്മൾ പറഞ്ഞ ദിവസം അന്ന് ശരത്ത് സാധാരണ രീതിയിൽ തന്നെ കലാവതിയെ വിളിക്കുകയാണ്. കലാവതിയെ വിളിച്ചിട്ട് എനിക്ക് നിന്നെ കാണാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഈ ശരത്തിന്റെ പ്രായം 31 വയസ്സായിരുന്നു. ഇവർ തമ്മിൽ പരിചയപ്പെടുമ്പോൾ വെറും 29 വയസ്സ് മാത്രം പ്രായമേ അവനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കലാവതി എന്നത്തെയും പോലെ ആ കോളേജിന്റെ സമീപത്ത് വണ്ടി കൊണ്ട് നിർത്തുകയും തുടർന്ന് ഇവന്റെ വീട്ടിലേക്ക് ചെല്ലുകയും അവർ തമ്മിലുള്ള ശാരീരികമായിട്ടുള്ള അടുപ്പങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു അർത്ഥനഗ്നയായിട്ട് ആ സ്ത്രീ അങ്ങനെ വിശ്രമിക്കുകയാണ്. ഈ സമയം തന്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ നിന്ന് 2 പെഗ്ഗൊക്കെ അടിച്ചിട്ട് ശരത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് പതിവില്ലാത്ത രീതിക്ക് അന്ന് കലാവതി കുറച്ചധികം സ്വർണം ധരിച്ചു വന്നത് അവന്റെ കണ്ണിൽ പെടുന്നത്. കാശിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു 24 മണിക്കൂറും അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ സ്വർണങ്ങളിൽ കണ്ണുടക്കിയതും ശരത്തിന്റെ മനസ്സിലേക്ക് പുതിയൊരു പദ്ധതി വരികയാണ്. അങ്ങനെ ശരത്ത് ആ റൂമിൽ ഉലാത്തുന്ന ഭാവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഈ കലാവതിയുടെ പുറകിൽ വന്ന് കലാവതിയുടെ ഷാള് കയ്യിലെടുത്ത ശേഷം അവരുടെ കഴുത്തിലൊരു കുരുക്കുണ്ടാക്കി വലിച്ചു മുറുക്കി അവരെ കൊലപ്പെടുത്തുകയാണ്. ആ സ്ത്രീ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല ശരത്ത് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമെന്ന്. അതിനാൽ തന്നെ ആ സ്ത്രീക്ക് ഒന്ന് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലും വീണ് കിട്ടിയില്ല. അവരെന്തിനാണ് മരിച്ചതെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവർ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശരത്ത് ഇവരെ നേരെ ബാത്റൂമിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും അതിനുശേഷം അവരുടെ ശരീരത്തിൽ കിടന്നിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ അഴിച്ചെടുത്തിട്ട് സമീപത്ത് പണയം വയ്ക്കുന്ന ഒരു കടയിൽ പോയിട്ട് അതിലൊരു ഭാഗം സ്വർണം പണയം വെച്ച് 50,000 രൂപ മേടിക്കുകയും താൻ കടം കൊടുക്കാനുള്ളവർക്ക് താൽക്കാലിക ആശ്വാസമായിട്ട് ആ പണം കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. തുടർന്ന് അയാൾ ഒരു 7 മണിയോടുകൂടി വീട്ടിലേക്ക് വരികയും ഈ ബോഡി ഡിസ്പോസ് ചെയ്യാന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മൾ ആദ്യം പറഞ്ഞു പോയിട്ടുള്ള ആ കോളേജിൽ പഠിക്കുന്ന അവൻ്റെ കാമുകി റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ചെറിയ രീതിക്കുള്ള ഒരു മദ്യാസക്തിയിലൊക്കെ ഇരിക്കുകയാണ് ശരത്ത്. ഈ പെൺകുട്ടി ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്ന എന്തിനാന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ശരത്തും ആ പെൺകുട്ടിയും തമ്മിൽ ആ റൂമിൽ അരങ്ങേറുകയാണ്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിന് ശേഷം 9 കൂടിയിട്ടാണ് ഈ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്. ആ പെൺകുട്ടി വീട്ടിലുള്ള സമയം അവൾ ബാത്റൂം യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശരത്ത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അങ്ങനെ അവൾ പോയ ശേഷം വീണ്ടും മദ്യപാനത്തിൽ ഏർപ്പെട്ട അവൻ ഒട്ടും വൈകാതെ തന്നെ ഉറങ്ങിപ്പോവുകയാണ്. പിന്നീട് കണ്ണ് തുറക്കുന്നത് അതിരാവിലെയാണ്. എന്തായാലും പകൽ സമയം കലാവതിയുടെ ഈ ബോഡി ഒരു കാരണവശാലും ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പായിട്ടും അവൻ അറിയാം. അതിനാൽ തന്നെ രാത്രിയാവുമ്പോൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി ഈ ബോഡി ഡിസ്പോസ് ചെയ്യാമെന്നുള്ള ധാരണയിൽ പുള്ളി ഒരു ചായ കുടിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയ വഴിക്കാണ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നതും ഇത്രയും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ആ കേസ് നിമിഷ നേരം കൊണ്ട് സോൾവ് ചെയ്യുന്നതും. 54 വയസ്സും പ്രായം വരുന്ന കലാവതിയെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞപ്പോൾ ഭർത്താവിനും ഒപ്പം തന്നെ മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അയൽവക്കക്കാർക്കെല്ലാം തന്നെ വല്ലാത്ത അതിശയം തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ഒരു കമൻറ്റും ഈ കേസിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയാനില്ല. നമുക്കറിയാം വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ സംഭവം നടന്നിട്ട്. അതിനെ അറസ്റ്റ് ചെയ്ത് കേസും വിചാരണയൊക്കെ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ എത്ര വർഷമായാലും ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോഴും അവരുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ക്രൈം സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന, ഡാർക്ക് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കില്ലേ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണും വരെ പ്രിയപ്പെട്ടവർക്കെല്ലാം തന്നെ ബൈ.